നമ്മളിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ഗ്ലിസറിൻ യൂസ് ചെയ്താൽ ഡ്രൈ സ്കിന്ന് മാറുമോ? അത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ? സേഫ് ആണോ എന്നൊക്കെ. ഞാൻ ഡോക്ടർ ഹരിപ്രിയ, മെഡിക്കെയർ കൺസൾട്ടൻറ്റ്, ഹോമിയോപ്പതിക് മെഡിക്കെയർ ക്ലിനിക്, വാണിയമ്പലം. ഈ ഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല. അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴാണ് പലർക്കും അതൊരു സ്കിന്നിൽ അലർജി പോലെയും ചൊറിച്ചിൽ പോലെ ബേണിംഗ് ഒക്കെ സെൻസേഷൻ ഉണ്ടാവുന്നത്. എപ്പോഴും അത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം അപ്ലൈ ചെയ്തിട്ടോ മിക്സ് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ റോസ് വാട്ടർ മിക്സ് ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഇനി ഗ്ലിസറിൻ എന്താണെന്ന് നോക്കാം. ഈ ഗ്ലിസറിൻ എന്നുള്ള ഗ്ലിസറോൾ എന്നുള്ളത് ഒരു ഹ്യൂമക്റ്റൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മളെ വായുവിലുള്ള മോയ്സ്ചറിനെ ഈ സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഈ ഒരു ഹ്യൂമക്റ്റൻറ്റിനുണ്ട്, ഗ്ലിസറിനുണ്ട്. അപ്പം നമ്മളൊരു ഇളം നനവിൽ ഡെയിലി ഒരു കുളിച്ചതിന് ശേഷം ഇളം നനവിൽ തന്നെ നമ്മൾ ഗ്ലിസറിനിൽ ഒരു റോസ് വാട്ടറിൽ 1 ടീസ്പൂൺ റോസ് വാട്ടറിലോട്ട് ഒരു 2-3 തുള്ളി ഗ്ലിസറിൻ ഒറ്റിച്ചതിന് ശേഷം നമ്മൾ ഈ ഇളം നനവിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ഇനി രാത്രി സമയങ്ങളിലാണ് ഈ ഒരു ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. രാവിലെ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്തതിന് ശേഷം നമ്മളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് വേണം പുറത്തോട്ടുള്ള സൺ എക്സ്പോഷറിന് പോകാൻ. ഇല്ലെങ്കിൽ നമുക്ക് ടാനിങ്, പിഗ്മെൻറ്റേഷൻ പോലെയുള്ളത് ഉണ്ടാവാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ഗ്ലിസറിനുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, നമ്മൾ ഈ ഗ്ലിസറിൻ യൂസ് ചെയ്യുന്ന വഴി നമുക്ക് നമ്മളെ സ്കിന്നിലൊരു ഹൈഡ്രേഷൻ കിട്ടും. സ്കിന്ന് സോഫ്റ്റ് ആവാനും അതുപോലെ ഗ്ലോ ചെയ്യാനും നമ്മളെ സ്കിൻ ബാരിയറിനെ റിപ്പയർ ചെയ്യാനും ഇത് സഹായിക്കുന്നതാണ്. ഇനി ഇത് ഈ ഗ്ലിസറിൻ ആർക്കൊക്കെ യൂസ് ചെയ്യാൻ നോക്കാം. കൂടുതലായിട്ടും ഈ ഡ്രൈ സ്കിന്നുള്ളവരിലാണ് ഈ ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. അതുപോലെ കുട്ടികൾ ഒരു 10 വയസ്സിന് ശേഷമുള്ളവരിൽ മുതിർന്നവരൊക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ചെറിയ കുട്ടികളിലാവുമ്പോൾ ചിലപ്പോൾ കൂടുതൽ സെൻസിറ്റീവ് ആവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഏതാണ് എന്നുള്ളത് കുട്ടികൾക്ക് പറ്റുന്നതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് 10 വയസ്സിൽ മുകളിലുള്ളവർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഗ്ലിസറിൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 ടീസ്പൂണ് റോസ് വാട്ടറോ അല്ലെങ്കിൽ നമുക്ക് വെള്ളമോ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 തുള്ളി ഗ്ലിസറിൻ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ദേഹത്ത് അപ്ലൈ ചെയ്യാൻ. 2 തരം ഗ്ലിസറിൻ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അതിൽ വെജിറ്റബിൾ ഗ്ലിസറിനും ഉണ്ട്, സിന്തറ്റിക് ഗ്ലിസറിനും ഉണ്ട്. വെജിറ്റബിൾ ഗ്ലിസറിനാണ് കുറച്ചുകൂടെ നല്ലതും നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. ഈ വെജിറ്റബിൾ ഗ്ലിസറിന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നൈറ്റ് ടൈമിലായിരിക്കും കുറച്ചും കൂടെ അതിന് സ്കിന്നിന് ഒരു ഹൈഡ്രേഷൻ കിട്ടാനും കുറേ സമയം നമുക്ക് കൂടുതലായിട്ട് നമ്മൾ പുറത്തോട്ട് പോകാത്തതുകൊണ്ട് അധികം എക്സ്പോസ് ആവാത്തതുകൊണ്ട് നൈറ്റ് ടൈമിലായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് ഗ്ലിസറിൻ അപ്ലൈ ചെയ്യാൻ നല്ലത്. പിന്നെ ഈ ഗ്ലിസറിൻ ജനറലി എല്ലാവർക്കും സേഫാണ്. ഒരു 70-75% ഉള്ള ആൾക്കാർക്കും ഇത് സേഫ് ആയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ ചിലവരിൽ നമ്മൾ കൂടുതലും ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ് നമ്മളിത് പറയാറുള്ളത്. ഇനി ഓയിലി സ്കിന്നുള്ളവർ, കൂടുതൽ സെൻസിറ്റീവ് സ്കിന്ന്, സോറിയാസിസ്, എക്സിമ പോലെയുള്ള കണ്ടീഷനുള്ളവരിൽ ഈ ഗ്ലിസറിൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബേണിങ്, ഇറിറ്റേഷൻ പോലെയുള്ളത് ഉണ്ടാവും. അപ്പോൾ ഈ ഡ്രൈ സ്കിന്നുള്ളവർ കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓയിലി സ്കിന്നുള്ളവർക്ക് യൂസ് ചെയ്യാം, അത് കൂടുതൽ എമൗണ്ട് യൂസ് ചെയ്യാണ്ടിരിക്കുക. ഗ്ലിസറിൻ്റെ അളവ് കുറച്ച് രീതിയിൽ എടുത്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. ഈ ഗ്ലിസറിൻ കറക്റ്റായ രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടിയാണ്, സേഫാണ്. അതുപോലെ നമുക്കൊരു സ്കിന്നിന് ഗ്ലോയും ഹൈഡ്രേഷനും എല്ലാം നൽകുന്നതാണ്. ഈ ഡ്രൈ സ്കിന്നുള്ളവർ നമ്മൾ ഈ ഗ്ലിസറിൻ തേച്ചുകൊണ്ട് മാത്രം നമുക്ക് റിസൾട്ട് 100% കിട്ടണമെന്നില്ല. നമ്മൾ ഇൻറ്റേർണലി ആയിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം, ഹൈഡ്രേറ്റ് ആയിരിക്കണം. അതുപോലെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉള്ള പേരയ്ക്ക, ഓറഞ്ച് പോലെയുള്ള ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക. പപ്പായ, വാട്ടർമെലോൺ, നല്ല ദാഹം ഉള്ള സമയത്ത് നന്നായിട്ട് വെള്ളം ഉള്ള ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക. അതുപോലെ വൈറ്റമിൻ എ കണ്ടന്റുള്ള നമ്മളെ ക്യാരറ്റ്, അതൊക്കെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ ഈ ഡ്രൈ സ്കിൻ ഒരിക്കലും ഡയറക്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. ഗ്ലിസറിൻ യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ച് വെള്ളത്തിലോ ഇല്ലെങ്കിൽ അധികം നല്ലത് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഈ ഓയിലി സ്കിന്നുള്ളവരിലും നമ്മൾ സെൻസിറ്റീവ് സ്കിന്നുള്ളവരിലും ഈ ഒരു ഗ്ലിസറിൻ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു. ഈ ഓയിലി സ്കിന്നുള്ളവരിൽ നമ്മൾ ഈ ഗ്ലിസറിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി കൂടുതലാവുമ്പോഴും ഈ ഒരു ഗ്ലിസറിൻ, ഈ ഹ്യൂമക്റ്റൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വായുവിൽ നിന്ന് കൂടുതൽ മോയ്സ്ചർ നമ്മൾ അബ്സോർബ് ചെയ്യും സ്കിന്നിലോട്ട്. അതുവഴി നമ്മൾ ഫേസിലൊക്കെ ഡെഡ് പാർട്ടിക്കിൾസ് ഒക്കെ സ്റ്റിക്ക് ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അതുവഴി നമുക്ക് ബ്ലാക്ക് ഹെഡ്സും പിമ്പിൾസും ഒക്കെ വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഓയിലി സ്കിന്നുള്ളവരിൽ ഈ ഗ്ലിസറിൻ കൂടുതൽ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഗ്ലിസറിൻ യൂസ് ചെയ്തിട്ട് ഡ്രൈ സ്കിൻ മാറ്റാനുള്ളതും ഇത് എത്രത്തോളം സേഫ് ആണെന്ന് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.